കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഇന്ന് രാവിലെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമല്ലോ. Luke 17 through 19. 11 through 19. 11 through 19, I'm sorry. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Rise and go, your faith has made you well. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവപൈതൽ ഉണ്ടായിരിക്കേണ്ട ശ്രേഷ്ഠതകൾ യേശു കർത്താവ് പറഞ്ഞ ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. We've been meditating on what Jesus spoke about. People who follow him should have the type of character and attributes. 17-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ ഗുണം, ശ്രേഷ്ഠത, ക്വാളിറ്റി, ഫോർഗീവ്നെസ് ആണ് നാം ഒന്നാമത് ചിന്തിച്ചത്. First thing we meditated on was forgiveness that a believer should have. In the beginning, under the heading of 4 essentials of the Christian life, അതിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത്. പാർട്ട് 3-ൽ താങ്ക്ഫുൾനെസ് ആണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Today is as part of the series we've been speaking. Today we're going to talk about thankfulness that we should possess as a believer. ഈ അധ്യായത്തിൽ ഒന്നാമത് നമ്മൾ കണ്ടത് ഫോർഗീവ്നെസ്സിനെ കുറിച്ചായിരുന്നു. First thing we noticed was about forgiveness. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചത്, പഠിച്ചത് ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ചാണ്. And then we talked about being faithful. എന്നാൽ ഈ മൂന്നാമത്തെ സെക്ഷനിൽ 11 മുതൽ നമ്മൾ കാണുന്നത് താങ്ക്ഫുൾനെസ്സിനെ കുറിച്ചാണ്. And the third thing that we see here is about thankfulness. എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റിൽ ഒന്നാമത് വരേണ്ടത് താങ്ക്ഫുൾനെസ് ആണ്. If we did it, I would have done thankfulness first. കാരണം ഗുണങ്ങളിൽ അല്ലെങ്കിൽ സദ്ഗുണങ്ങളിൽ ഏറ്റവും നല്ലത് താങ്ക്ഫുൾനെസ് ആണ്. One of the best attributes that we all can have is thankfulness. ദുർഗുണങ്ങളിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് നന്ദിയില്ലായ്മയാണ്. And lack of gratitude is one of the worst things you and I could have. നാം ദൈവസന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നതോടൊപ്പം താങ്ക്ഫുള്ളും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desire that we be faithful as much, we should be thankful as much as God expects us to be faithful. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് താങ്ക് യു പറയാതിരുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടോടെയാ യേശു കർത്താവ് അല്പം ഡിസപ്പോയിന്റ് ആയിട്ടാണ് യേശു കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. In this narrative we see Jesus was disappointed out of those 9 people who did not come back to express their gratitude. എന്താ അതിന്റെ അർത്ഥം? ദൈവം തരുന്ന വിടുതല്, സൗഖ്യം, നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചിട്ട് മടങ്ങി വന്ന് ദൈവത്തിൽ ഒരു നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desired that we express our gratitude to him, being thankfulness to him for all the goodness and the blessing that he pours out upon us. 11-ാമത്തെ വാക്യത്തിൽ അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ, നമുക്കറിയാം ഗലീല
ശമരിയ, യഹൂദ്യ, ഇങ്ങനെ 3 പ്രവിശ്യകളായിട്ടാണ് ഇസ്രായേലിനെ തിരിച്ചിരുന്നത്. The Jewish nation was divided into Samaria, Galilee, and Judea. ഗലീലയിൽ നിന്ന് ഷോർട്ട് കട്ടായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് യെരുശലേമിലേക്ക്, യഹൂദ്യയിലേക്ക് പോകുവാനുള്ള മാർഗമെന്ന് പറയുന്നത് ശമരിയയിൽ വഴിയാണ്. And the easy way to reach Judea, Jerusalem, faster from Galilee is through Samaria. ചരിത്രം പറയുന്നത് അതിന്റെ നടുക്കൂടെ നല്ലൊരു ഹൈവേ തന്നെ ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറയുന്നത്. It's recorded that there was a highway going through that city. എന്നാൽ യഹൂദന്മാര് ആ വഴിയായിട്ട് ശമരിയ വഴിയായിട്ട് ക്രോസ് ചെയ്യത്തില്ല. The Jewish people would not go through this land of Samaria. അവര് അതിന് നേരെ തിരിഞ്ഞ് ഈസ്റ്റിലൂടെ പോയിട്ട് ഡെക്കപ്പോലി സിറ്റീസ് ഒക്കെ കടന്നാണ് ക്രോസ് ചെയ്താണ് അവര് യഹൂദ്യയില് കടന്നു വരുന്നത്. They take this roundabout way to reach Judea and Jerusalem from Galilee. കാരണം അവർ കൺസിഡർ ചെയ്യുന്നത് ശമരിയയെ സംബന്ധിച്ചിടത്തോളം അശുദ്ധരായിട്ടാണ്, അൺക്ലീൻ ആയിട്ടാണ്, അവരൊരു സമ്മിശ്ര ജാതിയ. അതുകൊണ്ട് അവരെ അൺടച്ചബിൾ ആയിട്ടാണ് യഹൂദൻ കണ്ടിരുന്നത്. The Jewish people saw the people of Samaria as untouchable, unclean, and say they tried to do everything to avoid coming into contact with the people in Samaria. എന്നാൽ യേശു ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല. But Jesus is not avoiding anyone. മതത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ എന്റെ കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല. നേരെ അതിന്റെ നടുവിലൂടെയാ യേശു കർത്താവ് കടന്നു പോകുന്നത്. In the name of race and culture or language, Jesus did not avoid them, but he walked right through them. യേശു തന്റെ ശിഷ്യന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:8 നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ എന്ന ശമരിയെ വിട്ടുകളഞ്ഞിട്ടില്ല. ശമരിയയിലും സുവിശേഷം അറിയിക്കണം. The last commandment Jesus gave to his disciple after his resurrection was that they would go into Jerusalem, Judea, Samaria, even to the ends of the world, and he did not forget to remember or mention the name of Samaria. പല വിഷയത്തിലും പലതിലുമൊക്കെ മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആത്മീയരുടെ ലോകത്തിൽ പോലും, ചർച്ചകളിൽ പോലും പല ഹയറും ലോവറും ഉച്ചനീചത്വങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില സഭകളെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാ, എല്ലാവരും ഒരുപോലെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യാഗപീഠത്തിൽ തോലുരിച്ച് യാഗപീഠത്തിൽ ഒരു യാഗവസ്തുവിനെ വെച്ചാൽ പിന്നെ മറ്റു നിറവും മറ്റൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളെല്ലാം തുല്യരാ. ലോകത്തിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല. Even in churches there are social injustices based on race, color, or wealth, or other consideration, but Jesus does not regard any of these things. If any man be born again, he is a new creation in Christ, and when an object of sacrifice is offered on the altar, when the skin is peeled off, every animal has the same color. കുഷ്ഠരോഗികളായ 10 പേർ, 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കിയേ. കുഷ്ഠരോഗികളായ 10 പേർ, അവരെ ഒന്ന് ശ്രദ്ധിച്ചേ. ആ ഭാഗത്ത് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ പ്രീവിയസ് പ്രൊഫഷൻ എന്തോ ആയിരുന്നെന്നോ, ജോലി എന്തോ ആയിരുന്നെന്നോ, മതം ഏതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും യഹൂദന്മാരും ജാതികളും ഉൾപ്പെട്ട 10 പേര് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. And when we see in verse 12 these 10 lepers, there is not many descriptions about them, about their identity, from where they come, who they are, or what they are. It doesn't matter who they are and അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുവായിരുന്നു ഒന്നും വിഷയമല്ല. അവർ കുഷ്ഠരോഗികളായിരുന്നു. And no matter what their background is, they were lepers. നമുക്കറിയാം, ഏറ്റവും കുഷ്ഠരോഗവുമായിട്ട് ഒരുമാതിരിയൊക്കെ കണക്റ്റായിട്ട് പറയാൻ കഴിയുന്നത് നമ്മുടെ അടുത്ത കാലത്തുള്ള ഇപ്പോഴുമുള്ള കോവിഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. COVID brings some parallel to in terms of avoiding one another as we talk about leprosy. കോവിഡ് പണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ചെയ്ത ഒരു രോഗമാണ്. COVID was a sickness that affected people regardless of their gender, race, or age, or anything else. കുഷ്ഠരോഗത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമായിരുന്നു അന്നും ഇന്നും. Leprosy is a fatal illness that afflict people. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം പേരെ കുഷ്ഠരോഗികളായിരുന്ന പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 68-ലധികം പ്രാവശ്യം
ബൈബിളിൽ കുഷ്ഠരോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. There are more than 68 mentions of people with leprosy in the Bible. എത്ര പേര് അത് അങ്ങനെയുള്ള രോഗികളെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. എനിക്ക് അതിൻ്റെ ആ ഭയാനകമായ ചിത്രത്തെക്കുറിച്ച് എനിക്കിന്ന് പകൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതുപോലെ നോക്കാൻ അറയ്ക്കുന്ന രോഗം ബാധിച്ച, കൈകാലുകൾ നഷ്ടപ്പെട്ട, നെർവസ് സിസ്റ്റത്തെ ബാധിച്ച് സെൻസേഷൻ നഷ്ടപ്പെട്ട് കൈകൾ, കാലുകൾ, വിരലുകളൊക്കെ നഷ്ടപ്പെട്ട വ്യക്തികളാണ് ഈ രോഗികളായിട്ടുള്ളവർ. People who are afflicted with leprosy, it expresses themselves in so many different ways where their limbs and their organs, their limbs and all are falling apart. It's very detestable, grotesque understanding of what a person could be. ജീവിച്ചിരിക്കുമ്പം തന്നെ മരിച്ചവരായിട്ടുള്ള വ്യക്തികളാവര്. These people, even while they're alive, they're just same as dead. ഒരു പക്ഷേ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന, അതുപോലെ ശരീരത്തെ ഇഞ്ചിഞ്ചായി തിന്നുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായി വരും. And these people are dying on a daily basis because their cells are being destroyed on an everyday basis. അവർ മറ്റുള്ളവരിൽ നിന്ന് certain distance കീപ്പ് ചെയ്യണമെന്ന് പ്രമാണം പറഞ്ഞിരിക്കുന്നു. And the Old Testament dictates that these people should keep a distance from others. ചിലർ പറയുന്നുണ്ട് 12 അടി ഡിസ്റ്റൻസ് എങ്കിലും കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. It was it could have been in that they were told to keep at least a 12 feet distance from each one another. മാത്രം പോരാ, അവരുടെ മുഖം തുണി കൊണ്ട് മൂടിയിട്ട് അവർ വിളിച്ചു പറയണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം അവർ യാത്ര ചെയ്യുവാൻ. They were supposed to hide their face and call out and say unclean, unclean as they go forward. നമ്മൾ അടുത്ത കാലത്ത് കേട്ട വാക്കാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ക്വാറന്റീനും ഒക്കെ നമ്മൾ അടുത്ത കാലത്ത് കേട്ട പദപ്രയോഗങ്ങളാണ്. And social distancing and quarantine, these are things we recently came to know. അതാ ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞിരുന്നത് കോവിഡ് ഒക്കെ ഒരാഴ്ച ക്വാറന്റൈൻ ചെയ്താൽ മതിയായിരുന്നു, ഇവർ ജീവിതകാലം മുഴുവൻ ക്വാറന്റൈനിലായിരിക്കേണ്ടിവരാ. Infectious diseases like COVID could have, people had to isolate themselves like for a week, but a leper is to be isolate himself or herself for all through the rest of their physical life. ഏതാണ്ട് 3500-ലധികം വർഷത്തെ ചരിത്രം നമുക്ക് ഈ കുഷ്ഠരോഗത്തെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Bible is recording history going back to around 3500 years. ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. There is no treatment. മരുന്നെന്ന് പറയാൻ ഒന്നുമില്ല. ഏതാണ്ട് 1940s മരുന്ന് കണ്ടുപിടിച്ചു, അത് ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. It was in the 1940s somebody found a treatment. 1980ക്ക് ശേഷമാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആരംഭിച്ച് ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതും അതിനുശേഷമാണ് ലോകത്ത് നിന്ന് ലെപ്രസി എറാഡിക്കേറ്റ് ചെയ്യുവാനായിട്ടുള്ള പ്രയത്നം തുടങ്ങിയതും. And the effort to eradicate leprosy began in 1980 with different drugs combining together providing therapy for leprosy. എന്നാൽ ഇന്നും ലോകത്ത് ധാരാളം ലെപ്രസി കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. But there are many people who are afflicted by leprosy even today in the world. ഒരു കണക്ക് വായിച്ചത് ഏതാണ്ട് more than 200,000 persons around the world ഇന്നും lepers ആയിട്ടുണ്ട്. There are more than 200,000 people around the world still afflicted by leprosy. Around 225 persons in America. അമേരിക്കയിലും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് ഞാൻ വായിച്ചത്. Even this illness is become affected many people in America. പലപ്പോഴും ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഈ ലെപ്രസിയെ പാപിയായ ഒരു മനുഷ്യനോട് അഥവാ പാപത്തോട് ഉപമിക്കാറുണ്ട്. There were so many examples that scholars would use the metaphor of leprosy for sin. കാരണം ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് എല്ലാവരുടെ ഉള്ളിലും കടന്നിരിക്കുന്ന ഒരു രോഗമാണ് പാപരോഗം. All have, Bible says all have sinned and come short of the glory of God, and we all are afflicted by the sin, by the sickness of sin. പാപവും അതുപോലെ മാരകമായിട്ടുള്ള ഒരു വിഷയമാണ്. Sin, even sinfulness is also a fatal disease that afflicts human hearts and minds. പാപം ഒരു മനുഷ്യനിൽ വരുത്തുന്നതായ കെടുതിയും ഭയാനകമാണ്.
and the sorrows and the pain that's brought into a person's life due to sin is even horrible. കുഷ്ഠരോഗം ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത് പോലെ പാപം ഒരു മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അകറ്റുന്നതാണ്. Just as much leprosy keep a person away from others, sinfulness keep us away from God. പാപം നമ്മെ അശുദ്ധമാക്കുന്നതാണ്. Sin defiles us. കുഷ്ഠരോഗിയിലെ ഈ ബാക്ടീരിയ രോഗത്തിൻ്റെ ലെപ്രസിയുടെ ബാക്ടീരിയ കടന്നാൽ ഏതാണ്ട് 4 മുതൽ 8 വർഷം എടുക്കും അത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ അതിൻ്റെ രോഗലക്ഷണങ്ങൾ. And if somebody is afflicted initially by leprosy, it will take 8 years to manifest itself in the body symptoms. പാപത്തെ എത്ര മറച്ചു വെച്ചാലും ഏതെങ്കിലും ഒരു ദിവസം അതും പുറത്തു വരും, Even പ്രത്യക്ഷപ്പെടും. sin, if we try to hide in our life, will come out. പാപം നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുന്നതാണ്. നമ്മെ തന്നെ അശുദ്ധനെന്ന്, ഞാൻ ശുദ്ധനല്ല വിശുദ്ധനല്ല എന്ന് എപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ പാപം. Sin always defiles our pure conscience and keep reminding us that we are horrible people. കുഷ്ഠരോഗത്തിനും പാപരോഗത്തിനും ഒരേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ അടുത്ത് വരികയാണ്. And coming to the cross of Christ is the only redemption and healing for sinfulness and leprosy. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമമാ. പാപരോഗത്തിനും കുഷ്ഠരോഗത്തിനും ഒരുപോലെ പരിഹാരം യേശുവിൻ്റെ സന്നിധി. Only name given on the earth is the name of Jesus, so that we can be healed from the sickness, sinfulness and 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നതാണ് നാം ഈ ചരിത്രത്തിൽ വായിക്കുന്നത്. We read that 10 people coming to Jesus, 10 lepers. Verse 13, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അവർ നിലവിളിക്കുന്നതാണ് നമ്മൾ They വായിക്കുന്നത്. cried out unto Jesus, Jesus, Master, have pity on us. Can we read that verse 13? Yes. യേശുനാഥ, യേശു നായക ഞങ്ങളോട് കരുണ തോന്നണം. രോഗത്തിന് സൗഖ്യം തരണമെന്നല്ല യേശുവിനോട് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്നോട് കരുണ തോന്നണം, ഞങ്ങളോട് കരുണ തോന്നണമെന്ന യേശു കർത്താവിനോട് അവർ കരഞ്ഞു വിളിച്ച് പറഞ്ഞത്. They did not ask for healing, they asked for compassion on them. യേശു മനസ്സലിയുള്ള ദൈവമാണെന്ന്, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് അവരെങ്ങനെ അറിഞ്ഞത്? How did they know that Jesus is a compassionate and a person able to heal them? യേശു മാസ്റ്റർ ആണെന്ന്, അധികാരമുള്ളവനാണെന്ന്, one who have authority എന്ന് അവരെങ്ങനെ മനസ്സിലാക്കി? How did they know that Jesus is the master? യേശുവിന്റെ ശുശ്രൂഷ നമ്മൾ പഠിച്ചാൽ കൂടുതലും ഗലീലയിലായിരുന്നു യേശു കർത്താവിന്റെ ശുശ്രൂഷ. Jesus' ministry was mostly done in Galilee. കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് ഗലീലയിൽ തന്നെയാണ്. Most of the miracles were performed in Galilee. മെജോറിറ്റി ഡിസൈപ്പിൾസിനെ ചൂസ് ചെയ്തതും ഗലീലയിൽ നിന്ന് തന്നെയാണ്. Most of the disciples were called out also in Galilee. ഒരു കണക്ക് പറഞ്ഞാൽ തന്റെ ശുശ്രൂഷയുടെ ഹെഡ് ഓഫീസ് തന്നെ ഗലീലയിലായിരുന്നു. And the head office, so to call it, of Jesus' ministry was in Galilee. എന്നാൽ ഒരിക്കലും യേശു കർത്താവിന്റെ ശുശ്രൂഷ ഒരിടം കൊണ്ട് ഒതുങ്ങിയില്ല, ഗലീല കൊണ്ട് ഒതുങ്ങിയില്ല. താൻ കീപ്പ് ഓൺ മൂവിങ്. ശമരിയയിൽ കൂടെ, ശമരിയയിലും യഹൂദ്യയിലും എല്ലായിടത്തും യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തെടുത്തു. He continued his ministry not only in Galilee but also in Samaria, also in Judea. യേശു രോഗികളെ സൗഖ്യമാക്കി. He healed the sick. അന്ധർക്ക് കാഴ്ച നൽകി. He gave sight to the blind. മുടന്തരെ എഴുന്നേൽപ്പിച്ചു നടത്തി. He made the lame to walk. മരിച്ചവരെ ഉയർപ്പിച്ചു. He raised the dead. അങ്ങനെ യേശുവിന്റെ ശ്രുതി ദേശത്തെല്ലായിടത്തും പരന്നു. And fame of the Lord was spread across the land. അങ്ങനെയാണ് ഒഴിഞ്ഞ സ്ഥലത്ത് ഐസൊലേറ്റഡ് ആയിട്ട് ആയിരുന്ന ഈ കുഷ്ഠരോഗികളുടെ ചെവിയിലും ഈ വിഷയം എത്തി. And even the lepers came to know of the healing power of Jesus Christ. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്
അവർ മനസ്സിലാക്കി. They believed, they knew there is a God who can heal them. അന്ന് മുതൽ അവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, ഈ യേശു ഈ വഴിയോടെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നവർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാനായിട്ട് തുടങ്ങി. They could have been praying that the Lord would come their way. ഒരു ദിവസം അവർ കേട്ടു യേശു ആ വഴിയായിട്ട് വരുന്നു. One day they heard Jesus is coming that way. അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, വിടുതൽ ലഭിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ്, ഇപ്പോൾ തന്നെ അവസരം നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഓടി യേശുവിന്റെ And അടുത്തേക്ക്. they knew this is their moment to get help and healing, and they ran toward Jesus. യേശു ഒരിക്കലും ഒറ്റയ്ക്കല്ല യാത്ര ചെയ്തത്, ഒരു സമൂഹമായിട്ടാണ് യാത്ര ചെയ്തത്. യേശുവിന്റെ അടുത്ത് അവർക്ക് ചെല്ലാൻ കഴിയാതിരുന്നത് കൊണ്ട് പല തടസ്സങ്ങൾ, രോഗം ഒരു തടസ്സമാണ്, ജനക്കൂട്ടം ഒരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ദൂരത്ത് നിന്ന് അവർ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ്, യേശുവേ നായക ഞങ്ങളോട് കരുണ തോന്നണമേ. They physically could not come near to Jesus because he was surrounded by people, and because of their illness they were not allowed to come close to them. But from afar off they called out and said, Jesus, have pity on us. അവരെങ്ങനെയാ വിളിച്ചു പറഞ്ഞത്? ഉള്ളിലാണോ പറഞ്ഞത്? മൗനമായിട്ടാണോ പറഞ്ഞത്? ഉറക്കെ ഉറക്കെ, they raised their voice, അവർ ശബ്ദം ഉയർത്തി. യേശു കേൾക്കത്തക്ക നിലയിൽ ശബ്ദമുയർത്തി അവർ പറഞ്ഞത്. And they raised their voice, they called aloud so that he would hear him. If you want God's attention in your life, you better raise your voice. If you want a touch, if you want a healing, if you want a deliverance, if you want to be whole, പൂർണ്ണമാകുവാൻ മനസ്സുണ്ടോ, ഒന്ന് ശബ്ദമുയർത്തി, ഒന്ന് കരയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വിടുതൽ നിശ്ചയമാ ദൈവമേ. And if you are willing to raise our voice, being desperate, seeking God, then our answer will come from him. യേശു അധികാരമുള്ള കർത്താവ്. And Jesus is the one with authority to heal. പാപത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള കർത്താവാണ്. അവൻ മാസ്റ്ററാണ്. നമ്മുടെ പ്രശ്നത്തിന്റെ മേൽ അവൻ മാസ്റ്ററാണ്, അധികാരമുള്ള ദൈവമാണ്. Jesus Christ is the master and Lord of our life. He has authority over sin, sickness, and all the areas of our life. അവർ ചോദിച്ചത് രോഗസൗഖ്യമല്ല, അവർ ചോദിച്ചത് അവന്റെ മനസ്സലിവ. And they did not ask for healing, they asked for his compassion. അവന്റെ കരുണ. ഇത് പകൽ അവന് നമ്മോട് കരുണ തോന്നിയാൽ നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരമാകും. When God responds to us in compassion, all our struggles will be over. എന്തായിരുന്നു യേശുവിന്റെ പ്രതികരണം? അവർ നിലവിളിച്ചു, യേശുവേ കരുണ തോന്നണം എന്ന് നിലവിളിച്ചു. എന്തായിരുന്നു യേശുവിന്റെ മറുപടി? How did Jesus respond to their cry for help? Verse 14. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവീൻ എന്ന് പറഞ്ഞു. And he responded to them, go show yourself to the priest. ഇവരോടുള്ള ദൈവത്തിന്റെ പ്രതികരണം അൺയൂഷ്വൽ ആയിട്ട് തോന്നാറുണ്ട്. And the response to their request seem unusual. മുമ്പൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശു കർത്താവ് കൈ ഉയർത്തിയോ അടുത്ത് ചെന്ന് തൊട്ട് സൗഖ്യമാകാ എന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. In the past we see the patterns where Jesus would go close to that person, lay his hand and say, be healed. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 40 മുതലുള്ള ഭാഗത്ത് ഒരു കുഷ്ഠരോഗി യേശുവിന്റെ കാൽക്കൽ വീണിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് അവനോട് നിലവിളിച്ചപ്പോൾ യേശു പറഞ്ഞത് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞ് അവനെ തൊട്ട് സൗഖ്യമാക്കി. In the Gospel of Mark chapter 1 verse 40 we see the story of this leper who fell down at the feet of Jesus, and if you will heal me, and then Jesus said, be healed. എന്നിട്ടാണ് ആ വ്യക്തിയോട് പറഞ്ഞത്, നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് ന്യായപ്രമാണ പ്രകാരമുള്ള വഴിപാട് അർപ്പിക്കുക എന്ന്. ഹീൽ ചെയ്തതിന് ശേഷമാണ് യേശു കർത്താവിനെ പുരോഹിതന്റെ അടുത്തേക്ക് മടക്കി അയച്ചത്. And Jesus sent him back to the priest to make an offering and show himself to the priest after he was healed. പ്രീസ്റ്റിന് ആലയത്തിലെ ശുശ്രൂഷകൾ മാത്രമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ജോലിയുടെ പ്രീസ്റ്റിനുണ്ടായിരുന്നു. Priest had the responsibility and duty of providing medical certificates. സൗഖ്യം കൊടുക്കുന്ന ജോലിയല്ല, സൗഖ്യമായെന്ന് വിളിച്ചു പറയുന്ന ജോലി. And not that he can heal, but he can vouch for the healing. ഇന്ന് ചിലരൊക്കെ സൗഖ്യം കൊടുക്കുന്ന ശുശ്രൂഷയല്ല,
So many people are in the business of എനിക്ക് അധികാരമുണ്ട്. giving healing. എനിക്ക് അധികാരമുണ്ട്, ക്യാൻസർ ഭേദമാക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ എനിക്ക് അധികാരമുണ്ട്, ഞാൻ അപ്പോസ്തലനാണെന്നൊക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു. There are people who claim that they have the ability to heal and because they are whatever they are. അല്ല ദൈവമക്കളെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് പറയാനാ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. But the calling and ministry that we have is not to say that I can heal, but Jesus is the one who can heal. ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവദാസന്മാർ ഇന്നും കരം വെച്ചാൽ സൗഖ്യം നടക്കും. അത് നമ്മുടെ ബലം കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൗഖ്യവും വിടുതലുമുണ്ട്. അവന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. And I do believe that believers, people of God, when they lay their hand and pray, healing would come, but it's not the merits of the person that prays, but it is the power of Holy Spirit and Jesus Christ operating in us. സൗഖ്യവും വിടുതലും കൊടുക്കുന്ന ദൈവമാണ്. It is God who heals. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയാനാ ദൈവം നമ്മെ And we ഏൽപ്പിച്ചിരിക്കുന്നത്. are supposed to declare that by His stripes we are healed. ഈ 10 പേര് കടന്നു വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞില്ല, സൗഖ്യം കൽപ്പിച്ചില്ല, നിങ്ങൾക്ക് വിടുതൽ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുകയും. Jesus did not say that you're healed, but go you show yourself to the priest. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളാണെങ്കിൽ പോകുമോ? നമ്മൾ അവിടെ തന്നെ നിന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കത്തല്ലേ ഉള്ളൂ. If Jesus told the same thing to us, some of us would have stayed there just crying out, still crying and weeping. പക്ഷെ അവർ പോയി, കാരണം അതാ വിശ്വാസം എന്ന് പറയുന്നത്. But they went. That's a response of faith. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്ന, അവർ പോകുമ്പോൾ തന്നെ സൗഖ്യമായി. And as they went, they were cleansed. യേശു പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായിടത്ത് അത്ഭുതം നടന്നു. And when they were willing to obey what Jesus told them, the miracle happened. അല്പ ചുവടുകൾ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരാൾ കാണുന്നത് ആ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട വിരലുകളൊക്കെ വീണ്ടും വന്നിരിക്കുന്നു. ഐ ആം ഹീൽഡ് എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും സൗഖ്യമായി. As they were walking toward to the temple, to the priest, one of them said, my hands are healed, I see healing. And as he declared that, others began to notice, and they also agreed that they are being healed. ആ വലിയ മാരക രോഗത്തിൽ നിന്ന് മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത വലിയ സൗഖ്യവും വിടുതലും വ്യാപരിച്ചപ്പോൾ ആരാ സന്തോഷിക്കാത്തത്? അവർ തുള്ളിച്ചാടി ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ തുടങ്ങി. And they began to rejoice in the presence of God because of what God has done in their lives. ആരാ പറഞ്ഞു അവർക്ക് നന്ദിയില്ലായിരുന്നെന്ന്? തീർച്ചയായിട്ടും ആർക്കാ നന്ദിയില്ലാത്തത് ഇങ്ങനെ വിടുതൽ കിട്ടിയാൽ? And who said they were not grateful? Who would be ungrateful when God does something marvelous? ഉള്ളിൽ നന്ദിയുണ്ട്, തീർച്ചയായിട്ടും അവർ തുള്ളിച്ചാടി സന്തോഷിച്ചു. They പക്ഷെ must have ഒരാൾ rejoiced. മാത്രം മടങ്ങിപ്പോയി യേശുവിന്റെ കാൽക്കൽ വീണ് ദൈവത്തോട് നന്ദി And പറഞ്ഞു. only one of them came back to Jesus and expressed his gratitude toward the Lord. നമ്മൾ മലയാളികൾ പൊതുവെ നന്ദി പ്രകടിപ്പിക്കാൻ അറിയാത്തവരാ. Malayalis in our culture, our culture doesn't express, we are not good with expressing gratitude. അമേരിക്കക്കാരൊക്കെ പൊതുവെ എല്ലാത്തിനും താങ്ക് യു പറയുന്നവരാ. നമ്മൾ പൊതുവെ കുറച്ചൊക്കെ ലിമിറ്റഡാ നമ്മൾ ആ വിഷയത്തിൽ. പോട്ടെ, ഇവിടെ ഒരാൾ മടങ്ങി വന്ന് യേശുവിനോട് പറഞ്ഞു നന്ദി പറയാനായിട്ട്. And one person came back and expressed his gratitude. ഈ എല്ലാവരും കൂടെ തുള്ളിച്ചാടി സന്തോഷിക്കുന്നതിനടുത്ത് ഒരാൾ പറഞ്ഞു ഞാൻ മടങ്ങിപ്പോകുക. അവർ ചോദിച്ചു എവിടേക്കാ? എനിക്ക് വിടുതൽ തന്ന യേശുവിന്റെ പാദത്തിലേക്ക്, ആ വലിയ പുരോഹിതന്റെ അടുത്തേക്ക്, ആ മാസ്റ്ററിന്റെ അടുത്തേക്ക് ഞാൻ കടന്നു പോകുക എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി. Well, they were all rejoicing and expressing their joy and gratitude. One of them said, I'm going back to the Lord, who is the great master, the great priest. I want to say thank you to him. 15-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ അവർ മടങ്ങി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് 15-ാമത്തെ വാക്യം ഒന്ന് നോക്കിയോ. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ വീണു, അവന് നന്ദി പറഞ്ഞു. അതാ ആരാധന. And one of them came back praising God in loud voice. He threw himself at the feet of Jesus' feet and thanked him. And that is
true worship. അതാ യഥാർത്ഥ ആരാധന. കുഷ്ഠരോഗം മാറിയ, പാപരോഗം മാറിയെന്ന് ഉറപ്പുള്ള ദൈവമക്കള് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അവന്റെ കാൽക്കൽ വീണ് ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. True worship is expressing our gratitude for the forgiveness of our sins. എന്താ നമ്മുടെ ആരാധനകൾ ആ ഒരു സന്തോഷം പലപ്പോഴും കാണാൻ കഴിയാത്തത്? We should often do not see that joyfulness in our worship. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മോട് ഇതെല്ലാം കടപ്പെട്ടിരിക്കുക, എല്ലാം ദൈവം നമ്മോട് കടപ്പെട്ടിരിക്കുക. ഗോഡ് ഓസ് us everything. അതാണ് നമ്മുടെ ഒരു മനോഭാവം. We often have this mindset of entitlement. കിട്ടിയതൊന്നുമല്ല, ഇതിലൊക്കെ എത്രയോ കിട്ടേണ്ടതായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ കൊടുത്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതൊന്നുമല്ല, ഇതിലൊക്കെ ഒത്തിരി കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ഒരു മനോഭാവമാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക്. We often have the attitude, how come God didn't do more? I was praying, I was fasting, I was sacrificing, but look what I got. പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ എന്താ കുറച്ചുകൂടി ഇങ്ങോട്ട് തന്നാൽ. ഇന്ന് പകൽ ദൈവമക്കളെ, ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ വീഴാൻ നാം തയ്യാറാകുമോ? We should be prepared to fall down at the feet of the Lord for all what He had done for our lives. ചരിത്രം ഒന്ന് നോക്കിയേ, 10 പേർക്കും സൗഖ്യം കിട്ടി. All the 10 people got healed. എന്നാ ഒരാള് 9 പേര് സൗഖ്യം പ്രാപിച്ച് അവരുടെ വഴിക്ക് പോയി. And 9 of them went their own way after receiving the healing. അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുവരെ. ഇനി അങ്ങോട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ, ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സൗഖ്യം കിട്ടി അവരവരുടെ വഴിക്ക് പോയി. They were so eager to go out and live it out for their healing, things they couldn't do before, all opportunities they missed. They just want to make sure they're just going to enjoy all those things. എന്നാ ഒരാള് മടങ്ങി സോഴ്സിലേക്ക്, എനിക്ക് വിടുതൽ തന്ന ദൈവം, എന്നെ സൗഖ്യമാക്കിയ ദൈവം, അവൻ്റെ കാൽക്കൽ വീണ് നന്ദി അർപ്പിച്ചു. And one person came back and thanked God for the healing. ആ മടങ്ങി വന്നവന് രോഗസൗഖ്യം മാത്രമല്ല ലഭിച്ചത്, അവന് സ്പിരിച്വൽ ഹീലിംഗോട് അവനെ ആകമാനം പൂർണ്ണനാക്കി. നമ്മൾ മനസ്സിലാക്കണം, ഒരു രോഗസൗഖ്യം കിട്ടുന്നത് വലിയ വിഷയമൊന്നുമല്ല, അല്ലാതെ എന്നും നിൽക്കുന്ന കാര്യമല്ല. ആ എത്ര രോഗസൗഖ്യം കിട്ടിയാലും നമ്മൾ ഒരു ദിവസം മരിക്കും. So, just when we get a physical healing, that has its own duration, because at the end we all are going to die anyway. So if we are healed now, we may not live forever anyway. എന്നാൽ പാപസൗഖ്യം കിട്ടിയാൽ, പാപശാന്തി കിട്ടിയാൽ, ആന്തരിക സൗഖ്യം കിട്ടിയാൽ നാം നിത്യതയ്ക്ക് അവകാശികളായി മാറുക. But when we are forgiven the sins of our life, we become partakers of divine eternity. ഇന്ന് പകൽ നമ്മുടെ സന്തോഷം എവിടെയാ? Yes. വെറും ഒരു രോഗസൗഖ്യത്തിലാണോ? ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ച ഒരു നന്മയിലാണോ? ഒരു കാറിലോ, ഒരു വീട്ടിലോ, ഒരു വീടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊമോഷനിലോ, ഒരു ജോലിയിലാണോ നമ്മുടെ സന്തോഷം? അതോ സകലതും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിലാണോ നമ്മുടെ സന്തോഷം? We need to consider where we rejoice. Is it in the source who gave us everything, or the object that we received from Him? മറ്റെല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Or are we able to love God more than anything else and everybody else we have? ഈ സ്റ്റോറി ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഈ സ്റ്റോറിയിൽ പല കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരിൽ ആരുടെ ഭാഗത്താണ് ഞാനാകുന്നത്? ഞാൻ ഈ 9 പേരുടെ സ്ഥാനത്താവുമോ? ആ ഒരാൾ, മൈനോറിറ്റി ആയിട്ടുള്ള ഒരാളുടെ സ്ഥാനത്താണോ ഞാൻ? We need to think and say, would I identify with the 9 that did not return to Jesus, or the 1 who came back to Him? നന്മ കിട്ടിയിട്ട് ദൈവത്തിങ്കിൽ നിന്ന് അല്ലെങ്കിൽ വാക്കവേ ചെയ്ത മനുഷ്യനാണോ, അതോ ദൈവത്തിന്റെ കാൽക്കൽ വീണ് നന്ദി പറയുന്ന മനുഷ്യനാണോ? Are you a person who walk away from the goodness of God, or are the one who come back and worship Him? ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. As we come to the end of this year, എത്രയോ നന്മകൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. how many of God's goodness and blessings we have forgotten? പുതുവർഷത്തിൽ കൂടുതൽ കിട്ടുവാൻ കാത്തിരിക്കുന്നതിനേക്കാൾ ലഭിച്ച നന്മകൾക്ക് ദൈവസന്നിധിയിൽ ഒന്ന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത്, ഈ അടുത്ത ഒരാഴ്ചയുണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് കരയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, നന്ദി പറയുവാൻ, മുട്ടുമടക്കുവാൻ, പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുവാൻ ഈ വർഷക്കാലം നമുക്ക് കഴിയട്ടെ. May God enable us to come down
and remember the goodness of God and be thankful and be before Him in prayer and seeking the face of God. മടങ്ങി വന്ന ദൈവത്തോട് നന്ദി പറഞ്ഞ ആ ഒരു മനുഷ്യനെ പോലെ നന്ദിയുള്ള ഒരു ഹൃദയത്തോട്, നന്ദിയുള്ള ജീവിതത്തോട്, നന്ദിയുള്ള ഒരു സ്വഭാവത്തിന്, ഒരു താങ്ക്സ് ലിവിങ് ലൈഫ് നടത്തുവാൻ ദൈവം നമ്മെ May God സഹായിക്കട്ടെ. enable us to live a life of thankfulness and gratitude. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Worship team, please come and we are going to sing a song and take tithes and offering, and after that pastor will conclude this.